എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ ഇലക്ഷന് സമയത്ത് BJP പറഞ്ഞത് 400-ലധികം സീറ്റ് നേടി അധികാരത്തിൽ തിരിച്ചു വരുമെന്നാണ്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ BJPക്ക് 240 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അതായത് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം BJPക്ക് ഇല്ല. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുടെയും സഹായത്തോടു കൂടിയാണ് BJP കേന്ദ്രം ഭരിക്കുന്നത്. ഇത് BJPക്ക് ഇത്ര ഒരു പ്രതീക്ഷിച്ച ഒരു പ്രകടനം നടത്താൻ പറ്റാത്തതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RSS ഉത്തരേന്ത്യയിൽ RSS ഈ BJPയുടെ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചില്ല. BJPക്കാർ തന്നെയാണ് പ്രചരണം ഏറ്റെടുത്ത് നേരിട്ട് നടത്തിയത്. അതായത് ഈ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഒരു ദേശീയ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായി. അതായത് BJP സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായി. അപ്പോൾ ഇനി ഞങ്ങൾക്ക് RSSൻ്റെ സപ്പോർട്ട് വേണം എന്നുള്ള രീതിയിലുള്ള ഒരു ബൈറ്റ് ഒരു നാഷണൽ മീഡിയക്ക് കൊടുത്തു. അത് രാജ്യത്തുടനീളം ചർച്ചയായി. അതായത് പ്രതിപക്ഷ പാർട്ടികൾ വലിയ ചർച്ചയാക്കി. ശരിക്കും ആ സമയത്ത് ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് RSSും BJPയും തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. അതാണ് ഈ ഇലക്ഷനിൽ പ്രതിഫലിച്ചത്. അത് ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടാം. RSSന് അമിതമായി ഒരു വ്യക്തി കേന്ദ്രീകൃതമായ രീതിയിലേക്ക് പാർട്ടി പോയോ BJP പോയോ എന്നൊരു സംശയം ഉണ്ടായി. അതായത് മോദി തന്നെ മോദിക്കാരണ്ടി എന്നൊക്കെ ഒരു സ്ലോഗൻ ഈ പ്രചാരണത്തിൽ ഉടനീളം BJP ഉപയോഗിച്ചു. അത് ശരിക്കും RSSന് ഒരു അതൃപ്തി ഉണ്ടായി. അതായത് ഒരു വ്യക്തി കേന്ദ്രീകൃതമായ രീതിയിലേക്ക് പ്രചരണം പോകുന്നുണ്ടോ BJP പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ടായി. ഒരു പേഴ്സൺ സെൻട്രിക് പാർട്ടിയായും BJP മാറുന്നുണ്ടോ എന്ന് RSSന് ഒരു സംശയമുണ്ടായി. ശരിക്കും RSS അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു പണി കൊടുത്തതാണോ എന്നൊരു സംശയമുണ്ട്. അതായത് ഇങ്ങനൊരു പേഴ്സൺ സെൻട്രിക്കൽ രീതിയിലേക്ക് പാർട്ടി പോകണ്ട. ഒരു ചെറിയ ഒരു ചെവിക്ക് പിടി എന്ന് പറയില്ല, മലയാളത്തിലൊരു ചൊല്ലില്ല, അത് ചെവിക്ക് പിടിച്ച് ചെറിയ ശാസിക്കുക. അങ്ങനെ RSS ശാസിച്ചതിൻ്റെ ഫലമായിട്ടാണ് BJPക്ക് ഒരു 10-69 സീറ്റ് നഷ്ടപ്പെട്ടത് എന്നാണ് പറയുന്നത്. അതവിടെ ഇരിക്കട്ടെ. ഈ വീഡിയോ ഞാൻ ചർച്ച ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മോഡിക്ക്, അതായത് ഈ അടുത്തിടെ ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങൾക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അപ്പോൾ BJP ശരിക്കും ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശരിക്കും മോദിയും BJPയും ഒന്ന് ഗിയർ മാറ്റിപ്പിടിച്ചു. മൊത്തം ശൈലി ഒന്ന് മാറ്റിപ്പിടിച്ചു. നമ്മൾ ഹരിയാനയിൽ എന്താ കണ്ടത്? ഹരിയാനയിൽ അതിനുശേഷം ഈ ലോക്സഭാ ഇലക്ഷന് ശേഷം ആദ്യം നടന്ന തെരഞ്ഞെടുപ്പ് ഹരിയാനയിലും ജമ്മു കാശ്മീരിലും. അത് നമുക്ക് ഹരിയാനയെ കുറിച്ച് പറയുകയാണെങ്കിൽ BJP, ഞാൻ പറഞ്ഞു വരുന്നത് BJP എങ്ങനെയാണ് ഗിയർ മാറ്റി എന്തുകൊണ്ടാണ് ഗിയർ മാറ്റിയത്, അത് രാഹുൽ ഗാന്ധിയും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ എങ്ങനെ എഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. അതായത് BJP അവിടെ ഒരു തന്ത്രം പ്രയോഗിച്ചു. ഹരിയാനയിൽ എല്ലാ എക്സിറ്റ് പോളുകളും ഒന്നടങ്കം പറഞ്ഞു അവിടെ കോൺഗ്രസ് തൂത്തുവാരും. അതായത് BJPക്ക് ഒരു 20 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ വലിയ കാര്യമാണെന്നുള്ള രീതിയിലാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞത്. പക്ഷേ അവിടെ RSS ഗ്രൗണ്ട് ലെവൽ പ്രചാരണത്തിന് ഇറങ്ങി. അതായത് വീടുകൾ കയറി ഇറങ്ങി പ്രചാരണം നടത്തി. അത് 16,000 20,000 എടുത്ത് ഗൃഹസമ്പർക്ക പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ RSS ആക്റ്റീവായി. ശരിക്കും ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ കൂടിയിരുന്ന് മന്ത്രിസഭാ തീരുമാനമായി. അത് ആര് മുഖ്യമന്ത്രിയാണെന്ന് തീരുമാനിച്ചു, ആര് ആഭ്യന്തരമന്ത്രിയാവണം തീരുമാനിച്ചു, ആര് ധനകാര്യമന്ത്രിയാവണം തീരുമാനിച്ചു. അങ്ങനെ എല്ലാ മേഖലകളും അവർ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. അതായത് അതിൻ്റെ പേരിൽ അവിടെ അടിപോലും ഉണ്ടായി. ആ ഒരു മീറ്റിങ്ങിൽ പരസ്പരം അവർ തമ്മിലടിച്ചു എന്ന് വരെ എല്ലാ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ മൂന്നാമതും അതിശക്തമായ രീതിയിൽ BJP അവിടെ അധികാരത്തിൽ തിരിച്ചെത്തി. ആ സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ എന്താ പറയുക, ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്ത കോമഡി ഞങ്ങളെ കണ്ടാണ്. അതിൻ്റെയൊക്കെ ട്രോളുകളൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. അതായത് ഗോതമ്പ് പാടത്ത് താമര വാടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര ഇതൊക്കെയായിരുന്നു. പക്ഷേ അവസാനം റിസൾട്ട് വരുമ്പോൾ കണ്ടില്ലേ, മൊത്തം എന്താ പറയുക ഉൾട്ടയടിച്ച് അവന്മാർ ആകെ സൈഡായി പോയില്ലേ. അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ BJP അവിടെ പ്രയോഗിച്ച തന്ത്രം എന്ന് വെച്ചാൽ അവിടെ ഹരിയാനയിൽ ആകെ 3 തവണയാണ് BJP 3 തവണയാണ് നരേന്ദ്രമോദി അവിടെ പ്രചാരണം നടത്തിയത്. അപ്പോൾ കോൺഗ്രസ് അവിടെ പ്രചരിപ്പിച്ചു. അതായത് നരേന്ദ്രമോദിക്ക് പേടിയാണ്, ഇവിടെ ഒന്ന് പ്രസംഗിക്കാൻ പേടിയാണ്. അതായത് അദ്ദേഹം എന്താ പറയുക, അദ്ദേഹത്തെ പേടിച്ചുകൊണ്ടാണ്, തോൽവി ഭയന്നിട്ടാണ്, എന്തായാലും ഹരിയാന തോൽക്കും, തോൽവി ഭയന്നിട്ടാണ് നരേന്ദ്രമോദി ഇവിടെ വന്ന് പ്രസംഗിക്കാത്തത് എന്ന് വരെ അവിടുത്തെ കോൺഗ്രസ്സുകാർ പ്രചരിപ്പിച്ചു. പക്ഷേ അവിടെ ഇവർക്ക് തെറ്റി. മണ്ടന്മാർ, ഈ നരേന്ദ്രമോദി എന്ന് വെച്ചാൽ വേറെ സംഭവമാണ്. അങ്ങേര് താഴെത്തട്ടിന്ന് കളിച്ച് പല കളികളും കണ്ട് തഴമ്പിച്ച വ്യക്തിയാണ്. അപ്പോൾ അങ്ങേര് മാറി നിന്ന് എന്താ പറയുക, അവിടെ ഇലക്ഷന് മുന്നേ 6 മാസം മുന്നേ അവിടുത്തെ മുഖ്യമന്ത്രിയെ മാറ്റി, മനോഹർ ലാൽ ഖട്ടാറിനെ മാറ്റി, നവാബ് സിംഗ് സൈനിയെ കൊണ്ടുവന്നു. അങ്ങനെ ഭയങ്കരമായ രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ അവിടെ BJP ശരിക്കും പൊളിച്ചെഴുത്തി. അതൊരു കാരണമായിരുന്നു. എല്ലാം BJPക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ കേട്ടോ. തെരഞ്ഞെടുപ്പിന് 6 മാസം മുന്നേ ഒരു മുഖ്യമന്ത്രിയെ മാറ്റി, പുതിയ ഒരു എന്താ പറയുക, പരിചയമില്ലാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കുക. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന BJPയിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. അപ്പോൾ BJP എന്താ ചെയ്തേ, അവിടെ ഒരു മാസീവ് വിക്ടറി, അതായത് അവർ ബിയോണ്ട് ദ ഇമാജിനേഷൻ, അവരെന്താണോ എക്സ്പെക്ട് ചെയ്ത് ഇമാജിൻ ചെയ്ത് അതിനപ്പുറത്തേക്കുള്ള വിക്ടറി ആയിരുന്നു ഹരിയാനയിൽ BJPക്ക് ഉണ്ടായത്. അതിലൊരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ശരിക്കും ആ ഇലക്ഷനിൽ ശരിക്കും BJP ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടക്കുക. ആ എഞ്ചിനീയറിംഗ് എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് മോദിയെ കേന്ദ്രീകരിക്കാതെ ലോക്കൽ ലീഡേഴ്സിനെ BJP വളർത്തിക്കൊണ്ടുവരുന്നു.
മോദിയുടെ ശക്തി, അതായത് ദേശീയ തലത്തിൽ ഇപ്പോൾ RSSും BJP ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ മോദിയുടെ പ്രഭാവം കുറച്ചു കൊണ്ടുവരിക. അതായത് കണ്ടില്ലേ, അതായത് മഹാരാഷ്ട്ര ഓരോ സംസ്ഥാനങ്ങളാക്കട്ടെ വരെ, ഇപ്പോൾ ഹരിയാനയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹരിയാനയിൽ മോദി 3 റാലികൾ മാത്രമേ പങ്കെടുത്തുള്ളൂ. അവിടെ നവാബ് സിംഗ് സൈന്യ കേന്ദ്രീകരിച്ച് പ്രചാരണം കൊഴുപ്പിച്ചു. കുറേ വുമൺ സെൻട്രിക് ആയിട്ടുള്ള വെൽഫെയർ സ്കീം കൊണ്ടുവന്നു. അതെല്ലാം തെരഞ്ഞെടുപ്പിൽ നന്നായിട്ട് പ്രതിഫലിച്ചു. എല്ലാവരും ഒറ്റക്കെട്ടായി BJPക്ക് വോട്ട് ചെയ്തു. അതുകൊണ്ട് BJPക്ക് ഒരു മാസീവ് വിക്ടറി അവിടെ ഉണ്ടായി. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതാണ് പ്രതിപക്ഷ പാർട്ടികളെ ഒരു ഭയപ്പെടുന്നത്. അതായത് മോദി ഇല്ലാതെ ഹരിയാന വിജയിച്ചു. ഇനി മഹാരാഷ്ട്രയിലോട്ട് വരാം. മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലും ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ശരിക്കും ഛത്തീസ്ഗഡിൻ്റെ ചുമതല ഹിമന്ത ബിശ്വ ശർമ്മക്കായിരുന്നു. ഈ മഹാരാഷ്ട്രയുടെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് യോഗി ആദിത്യനാഥായിരുന്നു. അതായത് അവിടെ സ്റ്റാർ ക്യാമ്പയിനറായിരുന്നു യോഗി ആദിത്യനാഥ്. അതായത് മോദി തന്നെ പറഞ്ഞാണ്, അതായത് പിള്ളേര് നയിക്കട്ടെ ഇനി. അതായത് മോദി തന്നെ ഒരു ആശയം മുന്നോട്ട് വെച്ചു. മോദി RSSും ഒരു ആശയം മുന്നോട്ട് വെച്ചു. അതായത് ഇത്തരം സംസ്ഥാനങ്ങളിൽ ലോക്കൽ ലീഡർഷിപ്പിനെ വളർത്താൻ വേണ്ടി അവരെ കേപ്പബിൾ ആക്കാൻ വേണ്ടി മോദിൻ്റെ ഒരു ആശയം മുന്നോട്ട് വെച്ചു. ഇനി നിങ്ങൾ പിള്ളേർക്ക് ഒരു അവസരം കൊടുക്കാം, അവരെ കളിക്കട്ടെ, അവർ കളിച്ച് പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ മോദി ആ ഒരു സ്റ്റാൻഡ് എടുത്തു. അപ്പോൾ നമുക്കറിയാം, ഈ ജാർഖണ്ഡും മഹാരാഷ്ട്ര ഇലക്ഷൻ്റെ സമയത്തൊക്കെ മോദി ഒരുപാട് വിദേശ യാത്രകളായിരുന്നു. റഷ്യ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുമായിരുന്നു. അതായത് പുള്ളിക്കാരൻ ഡോൺ കെയർ മൈൻഡായിരുന്നു. അത് വേണ്ട, പിള്ളേർ നോക്കിക്കോളുന്നുള്ള സെറ്റപ്പിലായിരുന്നു. അതായത് ഹിമന്തയും ഈ യോഗിയൊക്കെ നോക്കിക്കൊള്ളുന്നുള്ള സെറ്റപ്പായിരുന്നു. ഫലം എന്തായിരുന്നു? മഹാരാഷ്ട്രയിൽ ചരിത്രപരമായ വിജയം, BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു മഹാരാഷ്ട്രയിൽ സംഭവിച്ചത്. അപ്പോൾ യോഗി ആദിത്യനാഥായിരുന്നു ചുക്കാൻ പിടിച്ചത്. അപ്പോൾ ഇതാണ് ശരിക്കും കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും ഭയപ്പെടുത്തുന്നത്. അതായത് മോദി ഇല്ലാതെ, അതായത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ശക്തനായ ഒരു മോദിയെ നേരിടാൻ രാഹുൽ ഗാന്ധിക്ക് പ്രശ്നമില്ല. അതിശക്തനായ ഒരു മോദിയെ നേരിടുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് പ്രശ്നമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഏറ്റവും വ്യാകുലപ്പെടുന്നത് ഇപ്പോൾ നേരിടുന്നത് ഒരു ശക്തി കുറഞ്ഞ, ഒരു പ്രഭാവം കുറഞ്ഞ ഒരു മോദിയെ ആണെന്നാണ് ഏറ്റവും രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെയും ആലോചനപ്പെടുത്തുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP എല്ലാ ലോക്കൽ ലീഡർഷിപ്പ്, BJPയുടെ മോദി പ്രഭാവം എല്ലാം കുറച്ചുകൊണ്ടത് ഓരോ സംസ്ഥാനത്തും ഓരോ മോദിമാരെ സൃഷ്ടിക്കുകയാണ് BJP ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പം കോൺഗ്രസിന് പാടുപെടും. അതായത് ഇനിയിപ്പോൾ മോദി വേഴ്സസ് രാഹുൽ എന്നുള്ളൊരു നറേറ്റീവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പണിപാടും. അതായത് ഓരോ സംസ്ഥാനത്തും അവരെങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നു, അതത് സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്ക് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കോ വലിയ ഐഡിയ ഇല്ല. അതായത് BJP ഓരോ സംസ്ഥാനത്തും ഒരാൾ കൊണ്ടുവന്നു. ഇപ്പോൾ ആസാമിൽ ഹിമന്ത, ഉത്തർപ്രദേശിൽ യോഗി, മഹാരാഷ്ട്രയിൽ ഫട്നാവിസ്, പിന്നെ ഹരിയാനയിൽ സൈനി, അങ്ങനെ പല പല ആൾക്കാരും, മറ്റേ മോഹൻ ശർമ്മ മധ്യപ്രദേശിൽ, അങ്ങനെ പല പല ലോക്കൽ മോദിമാരെ ഇവരെ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇവരെങ്ങനെ നേരിടുന്ന ഇനി കോൺഗ്രസിന് ഒരു ഐഡിയ ഇല്ല. ദേശീയ തലത്തിൽ വേണമെങ്കിൽ മോദിയെ നേരിടാം, പക്ഷേ ഓരോ സംസ്ഥാനത്തും എങ്ങനെ ഇവരൊക്കെ നേരിടുന്ന ഒരു ഐഡിയ ഇല്ല. അതായത് സംസ്ഥാന ഘടകത്തിന്, കോൺഗ്രസിനായാലും അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഇപ്പോൾ കോൺഗ്രസും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും ഭയക്കുന്നത് മോദിയുടെയും BJPയുടെയും ആ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് അതാണ് അവർ ഭയപ്പെടുത്തുന്നത്. അതായത് ആ മോദി പ്രഭാവം കുറച്ചുകൊണ്ടുവന്ന് ഓരോ സംസ്ഥാനത്തും ആൾക്കാരെ വളർത്തിയെടുക്കുന്ന BJPയുടെ ആ സ്ട്രാറ്റജി, അത് ശരിക്കും ഇവരെ ഭയപ്പെടുത്തുന്നു. അതിനെങ്ങനെ നേരിടണമെന്ന് അവർക്കൊരു ഐഡിയ ഇല്ല. അതാണ് ശരിക്കും രാഹുൽ ഗാന്ധി ഇപ്പോൾ ശരിക്കും വ്യാകുലപ്പെടുന്നത്. അതായത് ഓരോ വർഷം കഴിയുന്നു. ഇനി 2025 ഇലക്ഷൻ നടക്കാൻ പോകുന്നത്, ബീഹാറിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്, ഡൽഹിയിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്, പിന്നെ 2026 കേരളത്തിലുണ്ട്, അസമിലുണ്ട്, 2020 UPയിലുണ്ട്. അങ്ങനെ ഓരോ വർഷം ഇലക്ഷൻ്റെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇലക്ഷനാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ വരുന്ന സംസ്ഥാനം എങ്ങനെ നേരിടുന്ന ഒരു ഐഡിയ ഇല്ല. ദേശീയ തലത്തിൽ ഇപ്പോൾ പാർലമെൻറ്റിൽ പോയി മോദിക്കെതിരെ അദാനിക്കെതിരെ മോദിക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഓരോ സംസ്ഥാനത്തും വിജയിച്ച് വരണ്ടേ, എന്നാലേ കാര്യമുള്ളൂ. അതൊക്കെ ചേർന്നിട്ടാണല്ലോ ഒരു പാർലമെൻറ്റിൽ രാജ്യം ഭരിക്കണം തീരുമാനിക്കുന്ന ഈ ഓരോ സംസ്ഥാനത്തും കിട്ടുന്ന സീറ്റുകളാണല്ലോ. അപ്പോൾ ഈ ഓരോ സംസ്ഥാനത്തും ഇവരൊക്കെ എങ്ങനെ നേരിടുന്ന ഒരു ഐഡിയ ഇല്ല ഈ കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്കും. അതാണ് ശരിക്കും ഇവർ ഭയപ്പെടുത്തുന്നത്. അതായത് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധിയും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും ഭയപ്പെടുന്നത് ഈ BJP നടത്തിയ ഈ ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. ആ ഷിഫ്റ്റിംഗ് ശരിക്കും അവർ തകർന്നുപോയി. അവരുടെ എല്ലാ കണക്കുകൂട്ടലും പിഴച്ചു. ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ മോദിയുടെ പ്രഭാവം എല്ലാം കുറച്ചുകൊണ്ട്, ഇത് മോദിയുടെയും കൂടി ഒരു താല്പര്യം കേട്ടോ. അതായത് പുതിയ ആൾക്കാർ ഓരോ സംസ്ഥാനത്തും തൻ്റെ ശക്തി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, എല്ലാ സംസ്ഥാനത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഓരോ മോദിമാരെ സൃഷ്ടിക്കുക. ഇനി രാഹുൽ ഗാന്ധിക്ക് ഒരു മോദിയെ നേരിട്ടാൽ പോരാ, അനേകം മോദിമാരെ നേരിടണം. എങ്ങനെ നേരിടണം എന്ന് ഒരു ഐഡിയ ഇല്ല. അതാണ് അവരെ വ്യാകുലപ്പെടുത്തുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, 2029 രാഹുൽ ഗാന്ധി ദേശീയ തലത്തിലെ മോദി ഇപ്പോഴുള്ള യഥാർത്ഥ മോദിക്ക് ഒരു പ്രഭാവം സ്വയം കുറച്ചുകൊണ്ടുവരും മോദിയും RSSും BJPക്ക്. പക്ഷേ അനേകം മോദിയോ അതിൽ കൂടുതൽ കഴിവുള്ള മോദിമാർ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെ നേരിടണമെന്ന് ഇവർക്കൊരു ഐഡിയ ഇല്ല. അതായിരിക്കും 2029 ഇനി വരുന്ന ഞാൻ പറഞ്ഞ പ്രകാരം ഇനി ബാക്ക് ടു ബാക്ക് 2025, 26, 27 ഇങ്ങനെ ബാക്ക് ടു 28 ബാക്ക് ടു ബാക്ക് ഇലക്ഷനാണ്. തന്ത്രപ്രധാനമായ എല്ലാ വലിയ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളൊക്കെ.
ഇവിടെയൊക്കെ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യുമെന്ന് ഇവർക്കൊരു ഐഡിയ ഇല്ല. ഇതാണ് ശരിക്കും കോൺഗ്രസിനെയും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും അലട്ടുന്ന ഒരു കാര്യം. ശരിക്കും ഇത് മോദിയുടെ ഒരു ഐഡിയ കേട്ടോ. അതായത് മോദി സ്വയം എടുത്ത തീരുമാനം, അതായത് രാഷ്ട്രീയത്തിൽ നിന്ന് മെല്ലെ പിൻവലിയാനുള്ള ഒരു പുള്ളിക്കാരൻ്റെ ഒരു തീരുമാനം. നോക്കിക്കോ, 2029 കഴിഞ്ഞാൽ ശരിക്കും 2029 എന്ത് സംഭവിക്കും? 2029 അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് തിരിച്ചു വരും. പക്ഷേ അധികകാലം ഉണ്ടാവില്ല, മെല്ലെ പുറകോട്ട് വലിയാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു മുന്നൊരുക്കമാണ് മോദി നടത്തിയിരിക്കുന്നത്. അതായത് താൻ ആ ഒരു സ്ഥാനത്ത് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ തന്നേക്കാൾ അതിശക്തരായ ഒരുപാട് മോദിമാരെ സൃഷ്ടിക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് അതിന് പിന്നിൽ. അത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ എങ്ങനെ നേരിടണം എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം. പുതിയൊരു വീഡിയോയിൽ കാണാം.